സമയത്ത് നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഒരു പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ 19ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ നാടക ഗാനരചയിതാവായ ആളാണ്. രാജൻ പി ദേവ് എന്ന എൻ്റെ നാട്ടുകാരനായ ഞങ്ങൾക്കൊക്കെ അഭിമാനകരമായ ഒരിക്കലും മറക്കാനാവാത്ത രാജൻ ചേട്ടൻ്റെ ജൂബിലി തിയേറ്റേഴ്സിലൂടെയാണ് ഞാൻ നാടകത്തിൽ സജീവമാകുന്നത്. അന്ന് എനിക്ക് 20 വയസ്സാണ്. അതിന് മുമ്പ് ഒരു നാടകത്തിൽ എഴുതിയിട്ടുള്ളൂ, ചേർത്തല ശൈലജ തിയേറ്റേഴ്സ്. അപ്പോൾ അന്ന് തൊട്ടേ സിനിമ എൻ്റെ ഒരു സ്വപ്നമാണ്, പക്ഷേ അതൊരു അതിമോഹമാണെന്ന് മനസ്സെപ്പോഴും പറയും. നമുക്കൊന്നും എത്തിപ്പെടാൻ ഒക്കില്ല. ഒരു 4 കോടി മുടക്കി ഒരാൾ സിനിമ എടുക്കുമ്പോൾ നമ്മളെ ഓർക്കുമോ അതോ മഹാപ്രതിഭകളെ ഓർക്കുമോ എന്നുള്ള ഒരു ന്യായമായ ലോജിക്കലായിട്ടുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവില്ല. അതിനിടയ്ക്ക് കവിതകളൊക്കെ എഴുതിയിരുന്നു. എപ്പോഴും ഈ പാട്ടെഴുതിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഈ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട് പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അനിയൻ കൂടെ ഉണ്ടായിരുന്നു, അനിയനും നഷ്ടപ്പെട്ട ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. അപ്പം നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഒന്നും കേൾക്കാൻ ആരുമില്ല. വല്ലാത്ത പ്രതിഷേധവും വിഷമവും ഒക്കെ തളം കെട്ടി നിന്ന ഒരു കാലമായിരുന്നു. അതിനുശേഷം പാട്ടെഴുതിയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ വിഷമവും സങ്കടവും കേൾക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ ആരുടെയൊക്കെയോ സങ്കടം 12 വരിയിൽ ഒതുക്കാൻ പോകുന്നു, ആരുടെയോ പ്രണയം 12 വരിയിൽ ഒതുക്കാൻ പോകുന്നു. അപ്പോൾ ഇത് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ ആഗ്രഹം എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പ് നമുക്ക് ജീവിതം ഏതോ ഒരു ചെറിയ ബിന്ദു മാത്രമാണെന്ന് തോന്നുകയും വല്ലാതെ വിരക്തി തോന്നുകയൊക്കെ ചെയ്തൊരു സമയമുണ്ട്. അത് എന്തോ അങ്ങനെയാണ് തോന്നിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാടകത്തിൻ്റെ ഒരു ചെറിയ ലോകം, അന്ന് എനിക്കിത് വലിയ ലോകം തന്നെയായിരുന്നു. 1 വർഷം മാത്രം കേൾക്കുന്ന നാടകത്തിലെ പാട്ടുകൾ. പക്ഷേ ഞാൻ ഉത്സവപ്പറമ്പിൽ നിലാവുള്ള രാത്രിയിൽ ഒരുപക്ഷെ അച്ഛനോട് പോലും ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടിട്ട് നാടകം കാണാനിരിക്കുമ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആ വേദിയുടെ അതിൽ മാത്രമായിരുന്നു. അപ്പോൾ ഉത്സവപ്പറമ്പിൽ നിലാവുള്ള രാത്രിയിൽ മൈക്കിലൂടെ കേട്ട ഒരുപാട് ശബ്ദമുണ്ട്. ഫ്രാൻസിസ് വലപ്പാടെന്നോ കുമരകൻ രായപ്പനെന്നോ ഫ്രാൻസിസ് ടി മാവേലിക്കരയെന്നോ രാജൻ ബി ദേവെന്നോ TK ജോൺ, ഗീതാ സലാം, കുറേ പേരൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പേ മൺമറഞ്ഞു പോയി, മഹാപ്രതിഭകളായ. നമുക്ക് കാണാൻ കഴിഞ്ഞ കുറേ ആൾക്കാരുമായി സഹപ്രവർത്തകനാകാൻ കഴിഞ്ഞ ഒരു അത്ഭുതം ഞാൻ ആഘോഷിക്കുകയായിരുന്നു അന്നൊക്കെ. സങ്കടം അനുഭവിക്കുക എന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാളോട് പറയണം ഇത് ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം വരും. പക്ഷെ സങ്കടം ഒരു സമ്പാദ്യമാണ്. സങ്കടം അനുഭവിക്കാൻ കഴിയാത്തവന് ജീവിതത്തെ അനുഭവിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും സങ്കടം. ഞാൻ ഈ സങ്കടങ്ങളെക്കുറിച്ചൊന്നും വാദോരാതെ ഇതുവരെ സംസാരിക്കാഞ്ഞത് എൻ്റെ സങ്കടം എനിക്ക് മാത്രം വലുതായതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ സങ്കടം പറഞ്ഞാൽ കൂലിപ്പണിക്കാരനും തെരുവ് തെണ്ടിയും ഇൻ്റർവ്യൂ ഇല്ലാതെ ഇത് കണ്ടിട്ട് ചിരിക്കും. എൻ്റെ സങ്കടത്തെക്കാളും നിൻ്റെ സങ്കടം എന്താണെന്നും. അപ്പോൾ ഇത് നമ്മളെ പരുവപ്പെടുത്തിയ ചില അനുഭവങ്ങളുണ്ടല്ലോ. ഈ അനുഭവങ്ങളുമായിട്ട് ഞാൻ ചേർത്തലയിൽ ഇങ്ങനെ കറങ്ങി തിരിയുമ്പോഴാണ് ജോണി സാഗരിക എന്ന എൻ്റെ നാട്ടുകാരൻ, രാജൻ പി ദേവ് എന്ന എൻ്റെ നാട്ടുകാരൻ, ഇവർ രണ്ടുപേരും കേവലമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതിയാണ് നമ്മുടെ പ്രിയങ്കരനായത്. വളരെ നമ്മുടേതും സങ്കടം അവിടെ ഒന്നുമല്ല, അത്രയേറെ ജീവിതം തീർന്നു പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുനമ്പിൽ നിന്നാണ് രാജൻ പി ദേവും ജോണി സാഗരികയും ഒക്കെ ചേർത്തലക്കാരെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. അപ്പോൾ ജോണി ചേട്ടൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, അപ്പോൾ ജോണി ചേട്ടൻ എനിക്ക് നാടകത്തിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാസറ്റിൽ അവസരം തന്നു. കാസറ്റിൽ അവസരം തരുമ്പോൾ അറിയാം നമുക്ക് സ്വപ്നം കാണാനാവാത്ത ചില ആൾക്കാരുമായി നമ്മൾ സഹകരിക്കുകയാണ്. അതിൽ യേശുദാസ് സാറുണ്ട്, പിന്നീട് ഇങ്ങോട്ട് ജയവിജയ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, MG രാധാകൃഷ്ണൻ, ജയചന്ദ്രൻ, സുജാത ചേച്ചി, ചിത്ര ചേച്ചി, ഇങ്ങനെ കുറേ പേരുമായിട്ടൊക്കെ നമുക്ക് അടുത്തിരിക്കുക എന്നുള്ള അത്ഭുതം. ഈ അത്ഭുതത്തിനിടയ്ക്ക് എവിടെയോ ഒരു സിനിമയുടെ മണം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോണി സാഗരി ഇത് പറയുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാര്യം ഒരു സിനിമയുടെ ഓഡിയോ റേറ്റ് ഈ പറയുന്ന 15 വർഷം മുമ്പ് 40 ലക്ഷം രൂപയായിരുന്നു. ചന്ദ്രലേഖയുടെയും അനിയത്തിപ്രാവിൻ്റെയും ഒക്കെ ഓഡിയോ റേറ്റ് ജോണി സാഗരിയും സർഗം കബീർ സാറും ഒക്കെ അന്ന് മേടിച്ചത് 40-നും 45-നും 50 ലക്ഷത്തിനൊക്കെയാണ്. ഒരുപക്ഷെ അന്ന് മോഹൻലാൽ സാറിനും മുഹമ്മദ് സാറിനൊക്കെ കൊടുക്കുന്ന ഏകദേശം പ്രതിഫലത്തിൻ്റെ അടുത്ത് തന്നെ ഓഡിയോ റേറ്റ് വിൽക്കപ്പെടുന്നൊരു സമയത്ത് വല്ലാതെ സ്റ്റാർ വാല്യുള്ള ഒരാളെ അവിടെ പങ്കെടുപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇത്രയേറെ താരമൂല്യമുള്ള ഒരു ഫീൽഡിൽ വലിയൊരു പങ്ക് എന്നെ ഏൽപ്പിക്കാൻ ഇവരൊക്കെ അങ്ങനെ ഏൽപ്പിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജോണി സാഗരിക അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ പേരങ്ങനെ തുറക്കുമ്പോൾ ഓർമ്മ വരുന്ന പേരാണ് ജോണി സാഗരിക, രാജൻ പി ദേവ്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനെ പോലും പലപ്പോഴും ഞാൻ അങ്ങനെ ഓർക്കാൻ കഴിയും. അങ്ങനെയാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന മോഹൻലാൽ ചിത്രത്തിലെ
എല്ലാ പാട്ടുകളും എഴുതി ഞാൻ 13 വർഷം മുമ്പ് 2001 ഗാനരചയിതാവാകുന്നത്. ഈ പറഞ്ഞ പോലത്തെ ഇത്തരം സിനിമാ പാട്ടിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തെയോ എൻ്റെ വികാരത്തെയോ എൻ്റെ ഹൃദയാവസ്ഥകളെയോ ഒക്കെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സങ്കടം ഒരുപാട് പേരെ പോലെ എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ കവിത എഴുതും, സജീവമായിട്ട് കവിത എഴുതും. ഒരുപാട് പ്രഭാഷണ വേദികളിൽ ഞാൻ വായിച്ചത് പങ്കുവയ്ക്കും. പ്രസംഗവേദികൾ എനിക്ക് വല്ലാതെ ഹരമാവുന്നത് അതുകൊണ്ടാണ്. പക്ഷേ സിനിമ ഒരു വലിയ സാധ്യതയാണ്. രാജസേനൻ്റെ ഒരു സിനിമയുണ്ട്, ഭാര്യ 1 മക്കൾ 3. അതിൽ അച്ഛനെക്കുറിച്ച് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. 4 വയസ്സ് തൊട്ട് എല്ലാ സങ്കടങ്ങളും അനുഭവിച്ച് എന്നോടൊപ്പം ശ്രുതി ചേർന്ന് സഞ്ചരിക്കുന്ന അച്ഛനെക്കുറിച്ച് ഇനി 6 തലമുറ കഴിഞ്ഞും എൻ്റെ ഏതെങ്കിലും ഒരു തലമുറയിലെ ഒരു കണ്ണി വായിച്ചെടുക്കുന്നത് ചിലപ്പോൾ ആ പാട്ടിലൂടെ ആയിരിക്കും. സിനിമയ്ക്ക് അതിന് വല്ലാത്തൊരു സാധ്യതയുണ്ട്. അപ്പോൾ സിനിമയുടെ സാധ്യത നമ്മൾ വല്ലാത്തൊരു സാധ്യതയാണത്. മറ്റൊരു കലയ്ക്കുമില്ലാത്ത ഈ സാധ്യത ഉപയോഗിക്കാനുള്ള ചെറിയ ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളത് നിഷേധിക്കാനാവില്ല. പക്ഷെ നാടകത്തിലും അതുപോലെ തന്നെ കവിതയിലും പ്രഭാഷണ വേദികളിലുമൊക്കെ പങ്കുവെച്ച ആശയങ്ങൾ കാലാതിവർത്തിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്ത വിഷമമുണ്ട്. പാട്ടെഴുത്തിന് ഈയിടെ കുറച്ച് കാലങ്ങളായിട്ട് സിനിമാ പാട്ടിൻ്റെ ലിറിക്സ് കേൾക്കുന്നേയില്ല. വളരെ സൂക്ഷിച്ച് കേട്ടാൽ മാത്രമേ ലിറിക്സ് കേൾക്കൂ. നല്ല സംഗീതമാണ്, നല്ല ഓർക്കസ്ട്രേഷനാണ്, പക്ഷെ അതിന് താഴെയാണ് സാഹിത്യം. ഞാൻ വളരെ വിനയത്തോട് പറയട്ടെ, എത്ര വലിയ സംഗീതം ഉണ്ടായാലും, എത്ര ഓർക്കസ്ട്രേഷൻ്റെ മധുരിമയുണ്ടായാലും, എത്ര നല്ല പിക്ചറൈസേഷൻ ഉണ്ടായാലും പാട്ട് അതിജീവിക്കുന്നത് സാഹിത്യത്തിൻ്റെ ശ്രുതിമധുരമായ അർത്ഥതലങ്ങളിലാണ്. കാരണം കവിത എപ്പോഴും ആലോചനാമൃതമാണ്, സാഹിത്യം ആലാപനാമൃതമാവും. പക്ഷെ ആലോചിച്ചിട്ട് അമൃതമാകുമ്പോഴാണ് നമ്മൾ ഓരോ പാട്ടുകളും നമ്മുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നതും വല്ലാതെ ഇക്കിളിപ്പെടുത്തുന്നതും പിന്നെ വല്ലാതെ മധുരിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ വളരെ സൂക്ഷിച്ച്, ഇപ്പോൾ അത് ഒരു സൗണ്ട് ടെക്നോളജിയുടെ പ്രശ്നമാണോ എന്നറിയില്ല, എഴുതുന്നവർ പോലും സൂക്ഷിച്ച് കേട്ടാൽ മാത്രമേ ആ വരി കേൾക്കൂ. ഈയിടെ ഇറങ്ങിയ ഒരുപാട് സിനിമാ പാട്ടുകൾ, ഹിറ്റ് പടത്തിലെ പാട്ടുകൾ, ലിറിക്സ് വളരെ സൂക്ഷിച്ച് ഞാനൊരു 7-8 പ്രാവശ്യം കേട്ടിട്ടാണ് അതിൻ്റെ ലിറിക്സ് ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അത് എനിക്ക് ഒക്കെ ഇത് പുറത്ത് പറയാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരാൾ സിനിമ കാണുമ്പോൾ സിനിമയുടെ കഥ മോശമാണെന്ന് പ്രതിഷേധിക്കുന്നത് പോലെ എനിക്ക് ഒറ്റ പാട്ടും മനസ്സിലായില്ല എന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നോർത്ത് ആരൊക്കെയോ അതുതന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്നോർത്ത് വരികൾ മനസ്സിലാവാത്ത പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സംഗീതമാണ്, നല്ല ഓർക്കസ്ട്രേഷനാണ്, നല്ല ആലാപനമായിരിക്കാം, പക്ഷേ വരി ഓർക്കസ്ട്രേഷന് താഴെ എവിടെയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനെ അനുഗമിക്കുന്ന ആടയാഭരണങ്ങളും മറ്റ് കാരണങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് മുമ്പേ നടന്നാൽ മാത്രമേ ഇതൊക്കെ ഭംഗിയാവൂ. അപ്പോൾ സുന്ദരിയായ പെണ്ണിനെ പുറകെ നടത്തിക്കൊണ്ട് കാമുകന്മാർ മുമ്പേ നടക്കുന്ന ഒരു ആഭാസം സമകാലിക സിനിമാ ഗാനങ്ങളിൽ കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ സിനിമയിൽ ഇത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. സിനിമയിൽ എത്തിയിട്ട് അവസരത്തിന് വേണ്ടിയുള്ള വിയർപ്പൊലിച്ചുള്ള അലച്ചിലൊന്നും ഞാൻ അനുഭവിച്ചിട്ടുമില്ല. ചില ആൾക്കാർ, ചില വലിയ മഹാപ്രതിഭകളുടെ ഇഷ്ടക്കാരനാവുകയും വാത്സല്യത്തിന് പാത്രമാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് സിനിമയിൽ സജീവമായ ഒരാളാണ് ഞാൻ. പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തിൽ മഹാപ്രതിഭകളായ ഒരുപാട് പേർ അടക്കി വാഴാതിരുന്നപ്പോൾ 1-ലേറെ പ്രാവശ്യമോ അല്ലെങ്കിൽ 10-ലേറെ പ്രാവശ്യമോ ചെന്ന് കണ്ടിട്ടും പരിഗണിക്കാതിരുന്നവരെയാണ് പിൽക്കാലത്ത് ഞാൻ സ്നേഹം കൊണ്ട് കീഴടക്കിയത്. അതായിരുന്നു നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. നാടകത്തിൽ അന്നേവരെ ഉണ്ടായിരുന്ന ഒരു 19 ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു ഗായകൻ എന്ന പോലെ അല്ലല്ലോ ഒരു പാട്ടെഴുത്തുകാരൻ. പാട്ടെഴുത്തുകാരന് ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു രൂപഭാവങ്ങൾ ചിലർ പ്രതീക്ഷിക്കും, ചില താടിയോ അല്ലെങ്കിൽ സഞ്ചിയോ. ഇതൊന്നും അല്ലാത്ത ഒരു പയ്യന് എങ്ങനെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അക്ഷരങ്ങളിലൂടെ ആവാഹിച്ച് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുമെന്ന വല്ലാത്ത ഒരു കൺഫ്യൂഷൻ ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്നിരിക്കണം. പക്ഷെ പിൽക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചവരൊക്കെ മലയാള നാടകവേദിയിൽ എനിക്ക് അവസരം നൽകുകയും ഞാനിപ്പോഴും ഈ വർഷവും ഒരു 12 പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതി. ഇപ്പം പ്രൊഫഷണൽ നാടകങ്ങളുടെ സമയമാണ്. എനിക്ക് വളരെ ആനന്ദകരമായ അനുഭവമാണത്. കാര്യം സിനിമയിൽ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ 100% പോലും കിട്ടാത്ത ആ ഫീൽഡിൽ പക്ഷേ ഞാൻ പ്രതിഫലത്തിനപ്പുറം ഇതൊരു വല്ലാത്ത ആത്മീയമായ ഒരു സുഖം കൂടിയാണല്ലോ ഇത്. പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. പൈസ ഉണ്ടെങ്കിൽ ഒരു കിടക്കയും മേടിക്കണോ, ഉറക്കം മേടിക്കണമില്ല അല്ലേ? പൈസ ഉണ്ടെങ്കിൽ ഒരു വലിയ കെട്ടിടം വയ്ക്കാൻ വീടാവില്ലെന്ന് പറയുന്ന പോലെ
പൈസ ഉണ്ടെങ്കിൽ ഒത്തിരി ബുക്ക് മേടിക്കാം, അറിവ് ഉണ്ടാക്കാനൊക്കില്ല. പൈസ മാത്രമല്ല എല്ലാം. സിനിമയിൽ എഴുതുമ്പോൾ കുറച്ച് പൈസ കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരാൾ വിജയിക്കുന്നില്ല. വിജയം അതിനപ്പുറത്തുള്ള ഒരു ആത്മീയതയുടെ ഒരു ആഘോഷമാണ്.